Hey guys, welcome back to our channel. 4 ദിവസം കൊണ്ട് കല്യാണം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓഡിറ്റോറിയം അല്ല, കോൺഫറൻസ് ഹാൾ. നമ്മൾ ആകെ കുറച്ച് ആൾക്കാരെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കോൺഫറൻസ് ഹാൾ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കാണിച്ചു തരാം. സോ ഇത് BP അങ്ങാടിയുള്ള മെഹാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാളാണ്. കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മള് സെറ്റായി. ഇനി നമുക്ക് ഫുഡ് നോക്കാനുണ്ട്. അതൊരു ആളുണ്ട്, കാക്കാൻ്റെ സ്വന്തക്കാരൻ. നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് എന്തുണ്ട്, സ്റ്റേജ് ഉണ്ട്, ഡെക്കോർ ചെയ്യണം സ്റ്റേജ്. പിന്നെ നമുക്ക് ക്യാമറ ഉണ്ട്. പിന്നെ നമുക്ക് ബ്യൂട്ടീഷ്യൻ ഉണ്ട്, ഡ്രസ്സുണ്ട്. ഇത്രയും സാധനം പെൻഡിങ്. 3 ദിവസം സമയമുള്ളൂ. 3 ദിവസത്തിനകത്ത് ഒക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ. സോ അടുത്തത് നമ്മൾ വേറെ 1-2 ടീമിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് ഫുഡിന്റെ. അപ്പൊ എല്ലാവരും പോയി നോക്കാണല്ലോ. നമ്മൾ എന്നിട്ട് ആദ്യം നമ്മള് ഫുഡ് തീരുമാനിക്കണം. എന്നിട്ട് നമ്മള് ചെയ്യുന്ന ആൾക്കാരെ തീരുമാനിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങണം. എന്നിട്ട് നമ്മൾ ഏറ്റവും കുറവുള്ളത് സോർട്ട് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളത് എല്ലാം ഓരോ ടീം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. തലവേദന കുറയില്ല, അത് വിറേ നടക്കണം. അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഇങ്ങനെ കൊളാബ് ചെയ്ത് കൊണ്ടുപോകും. റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് അവരുടെ മെനു റേറ്റും കാര്യങ്ങളും നോക്കണം. ഫുഡ് മാറ്റുന്നുണ്ടെങ്കിൽ അവർ എവിടെയും കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഒരു ഫുഡ് കഴിക്കും. അത് നല്ലതാ. ആകെ 4 ദിവസം ഉണ്ട്. ഇനി ഓരോ നടത്തുന്ന കല്യാണത്തിന് പോയി വിളിക്കാന്ന് പറഞ്ഞ. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എന്നാല് അത് ക്യാൻസൽ ആയില്ലേ? ഇനിയിപ്പോ ഇത് 2 കഴിഞ്ഞാല് നമുക്ക് ഡ്രസ്സ് നോക്കിയാലോ? ഞങ്ങൾ ഡ്രസ്സ് കാണാം. സോ ഗൈസ്, കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇക്കാക്കാന്റെ വീട്ടിലാണ് താമസിക്കേണ്ടതെന്നാണ് ഇവിടെ എല്ലാവരും പറയപ്പെടുന്നത്. അതാണ് നാട്ടു നിയമം പ്രമാണിച്ച് ഞാൻ അവിടെ നിൽക്കണം. അതുകൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ വേണം. എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഞാൻ കൊണ്ടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ എനിക്ക് വാങ്ങിച്ചു തരണം. ഡ്രസ്സും ചെരുപ്പും തോർത്തുണ്ടും പിന്നെ എന്തൊക്കെയാ വാങ്ങിച്ചു തരും? എല്ലാം വാങ്ങിച്ചു തരണം. എല്ലാം വാങ്ങിച്ചു തന്നാലേ ഞാനങ്ങ് പോവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ട്രെൻഡ്സ് ഉണ്ട്, ഇവിടെ മാക്സ് ഉണ്ട്, ബെഡ്ഷീറ്റ് വരെ വാങ്ങിക്കും ഇറക്കാൻ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോവാണ്. ഡ്രസ്സൊക്കെ വേണ്ടേ? കുറേ സൽക്കാരൊക്കെ ഉണ്ടാവും എത്ര കഴിഞ്ഞാൽ. ഇവിടെ ഡ്രസ്സില്ല, ഇവിടെ ഉണ്ട് ഡ്രസ്സ്. ഇപ്പോൾ മാക്സിലാണ് ആദ്യം വന്നിട്ട്. എങ്ങനെയുണ്ട്? ഇപ്പം മാക്സിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട്. എന്റെ മൊത്തക്കൊക്കെ എന്താ പാൻറ് ഇങ്ങനെ? പാൻറിന്റെ സൈസ് അറിയില്ല. നമുക്ക് കുറെ കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിയാൽ എന്തൊക്കെ കിട്ടും അല്ലേ? കുറേ വാങ്ങിയാൽ കുറച്ച് കിട്ടും. നമ്മൾ 2 ടോപ്പ് പോലെ ഒരു കുട്ടെടുത്തു, ഒരു പാർട്ടി വെയർ പോലെയുള്ള സാധനം. അതിന് പാൻറ്റും ഷോളും ഞാൻ ഇനി വേറെ വാങ്ങിയിട്ട് വേണം. അതെടുത്തു. ഇക്കാക്ക് ഒരു കുർത്തെടുത്തു. ഇതാണ് ഇപ്പോൾ വാങ്ങിയത്. ബാക്കിയൊക്കെ ഞാനവിടെ കവറിലൊക്കെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വന്നിട്ട് ഉമ്മയും ജസ്താത്തയും കൂടെ നോക്കുമെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അതവിടെ കിടക്കും, ചേച്ചി പറ്റിക്കപ്പെടും. ഭക്ഷണം കഴിക്കണം, നിസ്കരിക്കണം. ഈ 2 കാര്യങ്ങളാണ് പെൻഡിങ് ഉള്ളത്. ഗായ്സ്, ഞങ്ങൾ ഒരു സ്ഥലത്ത് അഡ്വാൻസ് കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫുഡിൻ്റെത്. അത് നമ്മൾ പോയി ക്യാൻസൽ ചെയ്യണം. അതിന് പോവാണിപ്പോ. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എനിക്ക് ഇഷ്ടമായി അയാളെ. എനിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. നല്ല മനുഷ്യനാണ്. ഭയങ്കര മനുഷ്യൻ. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. വളരെ നല്ല മനുഷ്യൻ. സംസാരിച്ചപ്പോൾ അയാൾക്ക് തന്നെ കൊടുക്കണം എന്ന് തോന്നി. പക്ഷേ
നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ വീട്ടുകാരെ നമ്മളെന്തൊക്കെ പറഞ്ഞാലും വീട്ടുകാരെ കുറേ കാര്യങ്ങളുണ്ടാവും, ഇടപെടലുകളുണ്ടാവും കല്യാണങ്ങളൊക്കെ ആകുമ്പോൾ. നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ അങ്ങനെ വേറെ രീതിയിൽ നടത്തണമായിരിക്കും ആഗ്രഹം ഉണ്ടാവുക, പക്ഷെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞാലും കാരണം അവർക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. നമ്മുടെ കല്യാണത്തിന് നമ്മൾ മാതൃകയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു. വീട്ടുകാരെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല. ഇറ്റ് വാസ് എ ഗുഡ് ഡെസിഷൻ. അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സ് നോക്കണം, പോവാണ്. നമ്മൾ അടുത്തായി പോകാൻ പോകുന്നത് ഗ്രൂം ടു ബി അല്ലേ, ഗ്രൂമിൻ്റെ ഡ്രസ്സ് നോക്കാനാണ്. ആകെ ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളൂ. ഇതതിയാ കഞ്ഞാ അല്ലേ, കുഞ്ഞു സെക്കനായി. വലിയ സെക്കനാക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും? ഞാനാണ് പെണ്ണ്. സന്തോഷായോ? എന്തേനോ ഡാഞ്ഞിട്ട് ഗായ്സ്, ഞങ്ങൾ ഇന്നത്തേത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? മക്രോണി തിന്നുകൊണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മക്രോണി സ്പോട്ട്. യെസ്, ഇറ്റ് ഈസ് കമ്മിങ്. വാവ്.